പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. റോഡ് സുരക്ഷാ വാരം ആരംഭിക്കുന്ന ഈ ദിവസം ഒരു കഥ കേൾക്കൂ. സുരക്ഷിത യാത്ര, ശുഭയാത്ര. പ്രിയമുള്ള വാഹനപ്രേമികളെ, നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. റോഡ് സുരക്ഷാ വാരത്തിൻ്റെ ഭാഗമായി വാഹന ഓട്ടമത്സരം വനമൈതാനിയിൽ സംഘടിപ്പിക്കുന്നു. ഏവരും കൃത്യസമയത്ത് വാഹനങ്ങളുമായി എത്തിച്ചേർന്ന് പേര് നൽകേണ്ടതാണ്. ജിമ്മൻ കരടി ഉച്ചഭാഷണിയിലൂടെ വിളംബരം ചെയ്തു. കാട്ടുമൈതാനി തൻ മധ്യത്തിലായി കൂട്ടരെ നിങ്ങൾ വരിക വേഗം, കാറുകൾ ബൈക്കുകൾ ജീപ്പുകളും ഓട്ടിക്കളിച്ചു രസിച്ചിടുവാൻ. വാർത്ത കേട്ട ഉടനെ കാറുകളും ബൈക്കുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ മൈതാനിയിലെത്തി. ഉദ്ഘാടന സമ്മേളനത്തിൽ വന ഗതാഗത വകുപ്പ് മന്ത്രി ഗണ്ടൻ കണ്ടാമൃഗം നടത്തിയ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, വന ഗതാഗത നിയമങ്ങൾ കൃത്യമായി പരിപാലിക്കാൻ പരിശീലനം നൽകുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു വാഹന ഓട്ട മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമങ്ങൾ പാലിച്ച് മൈതാനത്തിലൂടെ വാഹനം ഓടിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കാണ് പൊതുനിരത്തിലെ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക. അധ്യക്ഷനായ മുഖ്യമന്ത്രി ഗർജൻ സിംഹവും ഗതാഗത നിയമങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഗവർണർ ഗജേന്ദ്ര ചൗഹാൻ വലിയൊരു ട്രക്ക് ഓടിച്ചാണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്. ആദ്യം നടന്ന മത്സരം ബൈക്ക് റേസ് ആണ്. കടുവകളും കരടികളും ചെന്നായ്ക്കളും ആവേശത്തോടെ പങ്കെടുത്തു. ഹെൽമറ്റ് ധരിക്കാതെ കളത്തിലിറങ്ങിയ ജിങ്കു കുരങ്ങനെയും തുമ്പൻ കരടിയെയും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് തന്നെ തിരിച്ചു പറഞ്ഞു വിട്ടു. ഞാൻ ഫസ്റ്റ് അടിക്കും എന്നലറിക്കൊണ്ട് കരടിക്കുട്ടൻ സിഗ്നൽ ലൈറ്റ് നോക്കാതെ കുതിച്ച് കുറച്ചു ദൂരം ചെല്ലും മുമ്പ് തന്നെ അവനെ പുറത്താക്കി അറിയിപ്പ് വന്നു. പച്ച വിളക്ക് തെളിഞ്ഞപ്പോൾ നിയമങ്ങളെ കാറ്റിൽ പറത്തി വാഹനങ്ങൾ പറന്നു പാഞ്ഞു. വളരെ ഉച്ചത്തിൽ ഹോൺ മുഴക്കിയും വളവുകളിൽ ബ്രേക്കിടാതെയും ചെറിയ മൃഗങ്ങളെ പേടിപ്പിച്ച് വാഹനങ്ങൾ ചീറിപ്പറന്നു. ബില്ലുക്കുരങ്ങൻ്റെ വാഹനം വളവിൽ വഴുതി വീണു. കരടിക്കുട്ടൻ സിഗ്നൽ പാലിക്കാതെ പിങ്കുമാനിൻ്റെ വണ്ടിയിൽ ഇടിച്ചു. കാടൊട്ടാകെ നിശബ്ദമായി. അപ്പോൾ ജമ്പനാന മുന്നോട്ട് വന്നു പറഞ്ഞു, അമിത വേഗത ധൈര്യമല്ല, നിയമം പാലിക്കുന്നതാണ് ബുദ്ധി. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം മുഴുവൻ വേദനയുണ്ടാക്കും. സിംഹേന്ദ്രൻ മത്സരം അവസാനിപ്പിച്ച് വിസിൽ മുഴക്കി. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അടുത്തതായി കുട്ടികൾക്കുള്ള സൈക്കിൾ ഓട്ട മത്സരമാണ്. മത്സരം തുടങ്ങും മുമ്പ് ഗജ്ജു മാമൻ അറിയിച്ചു, റോഡ് കളിസ്ഥലമല്ല, ഒരിക്കലും അശ്രദ്ധയോടെ കളിച്ചു നടക്കരുത്, അമിത വേഗതയിൽ വാഹനം ഓടിക്കരുത്, സിഗ്നലുകൾ പാലിച്ച് നിയമാനുസൃതം വാഹനം ഓടിക്കണം, സീബ്ര വരകളിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുക, സൈക്കിൾ ഓടിക്കാൻ പോലും ഹെൽമറ്റ് നിർബന്ധം, വേഗമല്ല സുരക്ഷയാണ് വിജയം. നിയമങ്ങൾ പാലിക്കാത്തവരെ മാറ്റി വാഹന ഓട്ട മത്സരം ആരംഭിച്ചു. പ്രശ്നങ്ങളില്ലാതെ മത്സരങ്ങൾ തുടർന്നു. ഒന്നാമത് എത്തിയവർക്ക് മാത്രമല്ല, നിയമങ്ങൾ കൃത്യമായി പാലിച്ചവർക്കും സമ്മാനങ്ങൾ നൽകി. മാസത്തിലൊരിക്കൽ റോഡ് സുരക്ഷാ ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ചു. കുരങ്ങപ്പൂപ്പൻ പറഞ്ഞു, നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോഴല്ല, സ്വയം മനസ്സിലാക്കി അനുസരിക്കുമ്പോഴാണ് സുരക്ഷയുണ്ടാവുന്നത്. എല്ലാവരും അത് സമ്മതിച്ചു.